ഹായ്, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി ഉപയോഗമുള്ളതാണ് കേട്ടോ. അപ്പോൾ വയറിൻ്റെ വീഡിയോ അല്ലാന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് അടിച്ചൊന്നും പോകാൻ നിൽക്കേണ്ട, നിങ്ങൾക്ക് ചെയ്തേ പറ്റുള്ള കാര്യമാണ് കേട്ടോ. മുട്ടുവേദനയ്ക്കുള്ളവർക്കാണെങ്കിൽ മുട്ടുവേദനയുള്ളവരും ഇല്ലാത്തവരും വന്നതിന് ശേഷം ചെയ്യാൻ നിൽക്കേണ്ട, അതിന് മുന്നേ തന്നെ ചെയ്തോളൂ. അപ്പം എല്ലാ മനുഷ്യനും അസുഖം സ്റ്റാർട്ട് ചെയ്യുന്ന കാലിൽ നിന്ന് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ആദ്യം കാലുവേദന ഉണ്ടാവും, തരിപ്പ്, പെരുപ്പ്, കഴപ്പ്, മുട്ടുവേദന, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ബുദ്ധിമുട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളും. അതിനെ തുടർന്ന് ബാക്കി അസുഖങ്ങളൊക്കെ വരും. ഇരിക്കാൻ പറ്റാതിരിക്കുമ്പോൾ പിന്നെ അറിയാമല്ലോ, നമുക്കൊന്ന് വളയ്ക്കാനൊന്നും പറ്റാണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ചെയറിലിരിക്കുക, നിവർന്നിരിക്കുക കേട്ടോ. നമ്മുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും ശരിയായ രീതിയിലാവണം. ഇതുപോലെ കൂനി പിടച്ചിരിക്കരുത് കേട്ടോ. ഇതുപോലെ നട്ടല് നിവർത്തിയിട്ട് ഇരിക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ എഴുന്നേൽക്കുമ്പോൾ കൈ ഒന്ന് പുറകോട്ട് ആയം കൊണ്ട് നമുക്ക് കുറച്ചിട്ട് എഴുന്നേക്കാൻ പറ്റും. കൈ ഇതെങ്ങനെ നമ്മൾ ഇതേപോലെ കൈ ചേർത്ത് പിടിക്കുക, പുറകിലായിട്ട് കൈ ഇങ്ങനെ ആക്കിക്കൊണ്ട് എഴുന്നേക്കുക. അപ്പം കുറച്ചുകൂടെ ഇപ്പം എഴുന്നേക്കാൻ പറ്റില്ല മുട്ടുവേദന എന്നൊക്കെ പറയുന്നൊരു വളരെ മെല്ലെ ചെയ്താൽ മതി. വേദന ഉള്ളവരൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ വളരെ മെല്ലെ നിങ്ങൾ എഴുന്നേറ്റുള്ളൂ, പറ്റുന്ന രീതിയിൽ തന്നെ എഴുന്നേറ്റുള്ളൂ. വളരെ സമയമെടുത്ത് നിങ്ങൾ എഴുന്നേറ്റേ ഇരിക്കുക. നിങ്ങളിത് സ്ഥിരമായിട്ട് ചെയ്തോളൂ. നിങ്ങളെല്ലാ വർക്കൗട്ടും ചെയ്യുന്നതിനെ കൂടെ ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. 5 മിനിറ്റ് തന്നെ വേണ്ട നിങ്ങൾക്ക്. ഇതിപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരു 3 മിനിറ്റ് ചില്ലറ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ചെയ്യട്ടോ. നിങ്ങൾക്ക് എത്ര തവണ ചെയ്യാൻ പറ്റും അത്രയും തവണ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ വളരെ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മൾ സ്ട്രെച്ചിങ് കൊടുക്കണം കേട്ടോ മുട്ടിന്. അതായത് നമ്മൾ സ്റ്റെപ്പ് കയറില്ലേ, ആ സ്റ്റെപ്പ് കയറുന്നത് ഏറ്റവും നല്ലതാണ് നമുക്ക്. നമ്മൾ സ്റ്റെപ്പ് കയറാൻ പലരും ചെയ്യില്ല. വീട്ടിൽ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പോലും കയറില്ല. കാരണം വെച്ചാൽ സ്റ്റെപ്പ് കയറാൻ മടിയാണ്, കാല് വയ്യ, വേദന, മുട്ടുവേദന കാരണം സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ വർക്കൗട്ടുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്തു കേട്ടോ. സ്ട്രെച്ചിങ് ഇപ്പോൾ അത് കുറച്ചിങ്ങനെ പുറകിലേക്ക് നിന്നിട്ട് ഈ നടുവിന് കംപ്ലൈൻ്റ് ഉള്ളവർ ഇത്രത്തോളം നടു ഇങ്ങനെ തള്ളി പിടിക്കണ്ട കേട്ടോ. അവർ ഈ കാല് മാത്രം ഫോക്കസ് കൊടുത്തുകൊണ്ട് ചെയ്യുക ഇതേപോലെ കേട്ടോ. അല്ലാത്തവർ നല്ല രീതിയിൽ അതായത് ഇതേപോലെ നടുവേദനയൊക്കെ ഉള്ളവർ അധികം പ്രസ് ചെയ്യാൻ നിൽക്കേണ്ട നടുവിൻ്റെ ഭാഗം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി നോക്കൂ, നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ മുട്ട് വളച്ച് നിവർത്തിയാണല്ലോ കയറുന്നത്. അതേ ഇത് തന്നെയാണ് നമ്മളിവിടെ ഈ സ്ട്രെച്ചിങ് കൊടുക്കുമ്പോൾ കണ്ടോ. മുട്ട് മടക്കുക, പിന്നെ നിവർത്തുക, മടക്കുക, നിവർത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് നടുവേദന ഉള്ളവരുടെ ഇതേപോലെ ചെയ്താൽ മതി. നടുവിന് അധികം സ്ട്രെച്ചിങ് തള്ളൽ കൊടുക്കാണ്ട് മുട്ട് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യണം കേട്ടോ. ഇത്രയും വളയ്ക്കാൻ നിൽക്കരുത്. നടുവേദന ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നടുവിന് പ്രശ്നമൊക്കെ ഉള്ളവർക്ക് കേട്ടോ. അത്രത്തോളം അല്ലാത്തവർ നടുവും കൂടെ സ്ട്രെച്ചിങ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പുറകിലോട്ട് നിന്നിട്ട് വേണം കാലില്ലെങ്കിൽ കാല് നിവർത്താൻ നമുക്ക് നിങ്ങൾ നിന്ന് നോക്കാൻ പറയാം. കാല് ഇതുപോലെ നിവർത്താൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ നിൽക്കാനായിട്ട് കേട്ടോ. അതായത് മടക്കുകയും ചെയ്യണം, നിവർത്തുകയും ചെയ്യുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ 1 സൈഡ് ചെയ്തതിന് ശേഷം മറ്റേ കാലും കൂടെ ചെയ്യണം. 2 കാലും വേദന ഉണ്ടാവും. ചിലപ്പോൾ ഒരു കാല് വേദന ഉള്ളവരുണ്ടാവും, പിന്നെ 2 കാലും വേദന വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. പിന്നെ നിങ്ങൾ എത്രയാണോ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. അതുപോലെ തന്നെ മറുവശവും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ, ഈ വയറിന് മാത്രം നിങ്ങൾ ചെയ്തു പോയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അങ്ങനെ ചെയ്യാനും പാടില്ല. നമ്മൾ വയറ് മാത്രമല്ലല്ലോ ഉള്ളത്. വയറ് സൈഡ് ഫാറ്റ് കുറയ്ക്കാനാണ് ഒട്ടുമിക്ക ആൾക്കാർ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുന്ന ഒരു 45 മിനിറ്റിൽ ബാക്കി ബോഡി പാർട്സിനും കൂടെ ചെയ്ത് കൊടുക്കുക. ഫുൾ ബോഡി വർക്കൗട്ട് നമ്മൾ കൊടുത്തിരിക്കണം കേട്ടോ. അതൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ എടുക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.